മൂപ്പരൊരു ബോംബ് കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഒരു തുടക്കമാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള ഈ ക്ലിപ്പുകളുണ്ടെന്നാണ്. പക്ഷെ ആ ഒരു പ്രയോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആലോചിക്കുക, ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറാൻ പാടില്ല. ഇതിന്റെ നാരായ വേര് പറിച്ചു കളയണം. കേരളത്തിന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന ഈ ഒരു കാരണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പോലീസ് സേനയിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കണം. കുറച്ച് ദിവസങ്ങളിലായി മലയാളക്കരയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പദപ്രയോഗമാണ് പവർ ഗ്രൂപ്പ് എന്നത്. വ്യത്യസ്തമായ മേഖലകളിൽ ഈ ഒരു പദപ്രയോഗം ഈ അടുത്ത് തന്നെയായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ MLA ബഹുമാന്യനായ അൻവർ സർ ഉന്നയിച്ച പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ, ചില ആരോപണങ്ങൾ എന്നൊക്കെ പറയാവുന്ന വിധമുള്ള ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ചർച്ചകളും വിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ തലപ്പത്ത് ചില അഴിച്ചുപണികൾ വരെ സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയത്. എങ്ങനെയാണ് ഈ ഒരു പുതിയ നീക്കങ്ങൾ നമ്മൾ കാണുന്നത്? അതല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു പോക്ക്? നമ്മൾ ഇപ്പോഴേ മീഡിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ പലപ്പോഴും ഈ പത്രക്കാരും മീഡിയ ഇവരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് അതിൻ്റെ രാജാക്കന്മാരായിട്ട് ഇരിക്കാറില്ല. പക്ഷെ അവരെല്ലാവരും പ്രയോഗിക്കുന്ന പ്രയോഗം എന്ന് വെച്ചാൽ ദുരൂഹമെന്നാണ്. എന്തിനു വേണ്ടി, എന്തുകൊണ്ടാണ് അൻവർ ഇതുപോലെ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു ബോംബ് വർഷം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അവർക്കിങ്ങോട്ട് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളതിൽ കാണേണ്ട ഒരു ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഉന്നയിച്ച മിക്കവാറും വിഷയങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ്. അതായത് മാധ്യമങ്ങളിൽ വിശദമായിട്ട് പല ഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഗൗരവമുള്ള പല പ്രശ്നങ്ങളും തന്നെ. പക്ഷെ അതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ അതൊക്കെ ചർച്ച വന്നാലും ശരി, ആരാണോ ആക്ഷൻ എടുക്കേണ്ടത്, ആരാണോ അതൊരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ടത്, അവർ മിണ്ടാതിരിക്കലാണ്. എനിക്ക് തോന്നുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വെറുതെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടുത്ത കാലത്താണ് ഒരു പത്രസമ്മേളനം വിളിച്ചതിൽ കുറേ വിഷയങ്ങൾ, സമാനമായ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നൊരു പ്രതികരണവും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ കരുതുന്നത് അൻവർ വളരെ വ്യക്തമായ ചില തന്ത്രങ്ങൾ മെനഞ്ഞ് തന്നെയാണ് അപ്പോൾ അത് പുറത്തുവിട്ടത്. ഒന്ന്, അദ്ദേഹം ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് 8 മാസമായിട്ട് ഞാൻ പറയുക കൂടി തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടാണത് ചെയ്യുന്നത്. രണ്ട്, അദ്ദേഹം ഇത് തന്നെ പുറത്ത് വിടുന്നതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആദ്യം ഒരു പൊട്ടാസ്, പിന്നെ ഒരു പടക്കം, പിന്നെ ഒരു ഗുണ്ട്, പിന്നെ ബോംബ്, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം പൊട്ടുമെന്നുള്ളിടത്തിന് ഇപ്പോഴും എന്തില്ല, രൂക്ഷമാകുന്നുള്ളതിനും ഇപ്പോഴും ധാരണയില്ല, പൊട്ടിത്തീർന്നിട്ടില്ല. ഇല്ല. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ശരി. എന്നാൽ ഇത് പ്രാഥമികമായിട്ട് ഉന്നം വെച്ചത് 3 പേരെയാണ്. ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശി, പിന്നെ ADGP അജിത് കുമാർ, പിന്നെ നേരത്തെ നമ്മുടെ മലപ്പുറത്തുണ്ടായിരുന്ന മുൻ SP. ഈ 3 പേരെയാണ് കാര്യമായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇതെല്ലാം ആഭ്യന്തര വകുപ്പുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളാണിതെല്ലാം. അപ്പോൾ അതിലെന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഒരു നിലപാടെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ്. എന്നാൽ പോലും ഞാൻ പറയുന്നത് എടുക്കില്ലായിരുന്നാണ്. പക്ഷേ ഇവിടെ മൂപ്പരൊരു ബോംബ് കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഒരു തുടക്കമാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള ഈ ക്ലിപ്പുകളുണ്ടെന്നാണ്. പക്ഷെ ആ ഒരു പ്രയോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആലോചിക്കുക, ഇദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് എന്തായാലും ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാളാണ്. പാർട്ടിയിലെ ഇത്തരത്തിലുള്ള അതൃപ്തരായ നേതാക്കൾ, നമുക്കറിയാം ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ പഴയ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാര്യപ്രാപ്തി ഉണ്ടായിരുന്നവരെന്ന് വിശ്വസിക്കപ്പെടുന്ന എല്ലാ മന്ത്രിമാരെയും ഒഴിവാക്കി. എന്നിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആരെയെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ പലരുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും ഇങ്ങനെ ചില ഫോൺ കോളുകളിലൂടെയൊക്കെ അവരുടെയൊക്കെ നിലപാടുകൾ ഈ രീതിയിൽ ചോർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇതിങ്ങനെ മെല്ലെ മെല്ലെ പുറത്തു വന്നാലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കുമോ.
മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാനുള്ള പ്രയാസം വരും. പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിക്ക് ഒന്നുകിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടി വരും, അതും ബുദ്ധിമുട്ട്. അപ്പോൾ പാർട്ടി പൂർണ്ണമായിട്ട് ദുർബലമാവും. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില ഒരു രീതിയാണ് അത് ഉപയോഗിച്ച്. രണ്ട് പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പോൾ അതിൻ്റെ ഈ പാർട്ടി സമ്മേളനങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ചർച്ചയാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്, എങ്ങനെയെങ്കിലും ചില നടപടി എടുക്കുക എന്നുള്ളത്. ഈ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അല്ലേ? അത് ആ ചോദ്യത്തിന് ഉത്തരം എന്തുള്ളൂ, ഇത് എന്തിനു വേണ്ടി ഉന്നയിച്ചു എന്നുള്ളത് തന്നെയാണ്. അൻവറിന് ചിലരൊക്കെ പറഞ്ഞ അൻവറിൻ്റെ എന്തോ സാധനം പോയി, അപ്പോൾ അത് എന്ത് ചെയ്തു, പോലീസ് അന്വേഷിച്ചില്ല. അങ്ങനെ വ്യക്തിപരമായ എന്തെങ്കിലും നഷ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹം ഇൻസൾട്ട് ചെയ്യപ്പെട്ടതിൻ്റെയോ ഒക്കെ കാരണം കൊണ്ടാണെങ്കിൽ ഈ നടപടികളും ചിലപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് ഒന്ന് സംസാരിക്കുകയും ചെയ്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം എല്ലാം പിൻവാങ്ങാം. ഇനി അതല്ല, ഒരുപാട് തിയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതാണ് ഒരു തിയറി. ഇനി അങ്ങനെ മുഖ്യമന്ത്രി തന്നെ തൻ്റെ തലയിൽ കയറി ചവിട്ടുന്ന ചിലരെ എന്ത് ചെയ്യണം, ഇറക്കി വെക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചെയ്തതെങ്കിൽ ഇതിലൂടെ എന്ത് ചെയ്യും, അത് സാധ്യമാകാം. പക്ഷേ എന്തായാലും ഈ നിലവിലുള്ള ഒരു നടപടികൾ കൊണ്ട് ഇതിൻ്റെ പിറകിൽ ഇതിനേക്കാൾ വലിയ താല്പര്യങ്ങളുണ്ടെങ്കിൽ, ഇതിനേക്കാൾ വലിയ ശക്തികളുണ്ടെങ്കിൽ അത് അവിടെ എന്ത് ചെയ്യില്ല, അവസാനിക്കില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ചില ഉന്നങ്ങൾ അതിൻ്റെ പുറകിൽ എന്തായാലും ഉണ്ടാവും. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലിപ്പോൾ ഈ നടപടിയെടുത്ത വ്യക്തികൾ, അതായത് അജിത് കുമാർ ആണെങ്കിലും ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ ശശിക്കെതിരെ നടപടിയെടുക്കുകയാണെങ്കിലും ഇവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തവരും അദ്ദേഹത്തിൻ്റെ സകലമാന രഹസ്യങ്ങളും അറിയുന്നവരുമാണ്. അപ്പോൾ അവരെയും പ്രകോപിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ സംഭവിക്കുക, മുഖ്യമന്ത്രി തന്നെയും ഇതിനകത്തൂടെ നിഷ്കാസിതനാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ പറ്റ ദുർബലനായിത്തീരാം. ഇനി അതുമല്ലെങ്കിൽ ഈ നടപടികൾ താൽക്കാലികമായി എടുത്തു വെച്ച് പിന്നെ വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. കാരണം ശശിയൊക്കെ നേരത്തെ പുറത്തുപോയി വീണ്ടും തിരിച്ചു വന്ന ആളാണ്. ഒരു പോലീസ് ഓഫീസറും ഈ സസ്പെൻഷൻ ആയിട്ട് അങ്ങനെ മരിക്കേണ്ടി വരാറില്ല. അവർ ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ തിരിച്ച് അധികാരത്തിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാനുള്ളത്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, നമുക്കറിയാം ഈ പിണറായി നേരത്തെ, അതായത് ഒന്നാമത്തെ തവണ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സ്വാധീനം അത്ര ശക്തമായിരുന്നു. ഇത് മലയാള മനോരമ പറഞ്ഞൊരു വാചകമുണ്ട്, മിന്നൽ പിണറായി എന്നാണ്. VS-നെ ഇട്ടിട്ട് അദ്ദേഹം പിന്നീട് പാർട്ടി ഇതും ഒക്കെ വഴി വരുന്നത്. ആ സമയത്തുള്ള ഒരു ശക്തിയൊന്നും എന്തായാലും ഇപ്പോൾ പാർട്ടിക്കകത്ത് പോലും സ്വാധീനമൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ദുർബലനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു അംഗമാണോ നടക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ഇവിടെ ഈ മാധ്യമങ്ങൾ ചിലർ കളിച്ചൊരു കളിയുണ്ട്. എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വേണു ആരോപണ വിധേയനായിട്ടുണ്ട്, ഷാജിൻ സക്കറിയായിട്ട് ബന്ധപ്പെട്ട ഇതുകളുണ്ട്. ഡോക്ടർ അരുൺ പോലും ഒന്ന് വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു തുടക്കത്തില്ല, കാരണം അത്രയേ ഉള്ളൂ തെളിവെന്ന് കരുതിയിട്ട് ഈ അതുവഴി. പക്ഷേ അപ്പോഴാണ് അടുത്തടുത്ത തെളിവുകളൊക്കെ വരുന്നത്. എന്തായാലും എനിക്കിത് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എന്താ വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സാമ്പത്തിക പ്രശ്നം വന്നാൽ അവരത് സാധാരണ സർക്കാരൊന്നുമല്ല പരിഹരിക്കുന്നത്, അവർ തന്നെയാണ് പരിഹരിക്കുക. കുടുംബ പ്രശ്നം വന്നാൽ അവർ തന്നെയാണ് പരിഹരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രശ്നം, ഇതൊക്കെ ജനങ്ങൾ സ്വയം പരിഹരിക്കുന്നതാണ്. പക്ഷേ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ നിയമങ്ങൾ, ഈ പോലീസ്. ഇതൊക്കെ ഈ പോലീസിനെ നമുക്ക് ഇത്തരം ചില സാഹചര്യങ്ങളിൽ സമീപിക്കേണ്ടി വരും. ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, വഴിത്തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ പിന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള അർത്ഥത്തിൽ അടുത്ത് പോവുക. പോലീസിലാണ് ഒരു ചെറിയ പേപ്പറായിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു കൊടുക്കാൻ പോകുന്നത്. അവിടെ സുതാര്യമായ നിലയ്ക്കുള്ളൊരു നീതി ലഭ്യമല്ല. ഇത്തരത്തിലുള്ള വലിയൊരു കോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് വരികയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചോളം വളരെ ഭീകരമായിട്ടുള്ള ഒരു മാറ്റമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് പാർട്ടിയാണെങ്കിലും ശരി, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഭരണകൂടമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഇതിനൊക്കെ അപ്പുറം നമ്മളൊക്കെ എല്ലാവരും ഇതിൻ്റെ പേരിൽ സഫർ ചെയ്യും. കാരണം ഉദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ സംബന്ധിച്ചോളം നീതിയോ നിയമമോ ഒന്നും നടപ്പാക്കപ്പെടും നമുക്ക് തോന്നുന്നില്ല. തീർച്ചയായും അൻവർ MLA ഉന്നയിച്ച ഈ ഒരു വിമർശനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ സംഭവ വികാസങ്ങൾ കേരളത്തിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നാണ്
നമുക്ക് പറയാം? നമ്മൾ കേരളത്തിൻ്റെ ഭാവിയെ ഇത് സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പവർ ഗ്രൂപ്പിൽ പിടയുന്ന കേരളം എന്നാണല്ലോ നമ്മൾ അതിന് ഹെഡിങ് കൊടുത്തത്. അത് നമ്മളിപ്പോൾ അടുത്ത സമയത്ത് കേട്ടത് സിനിമയിലാണ്, ഇപ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. ഇത് രണ്ടും ചില സമാനതകളുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് സമാനതകൾ എന്ന് പറഞ്ഞ് നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ ഇതിലെന്ത് സംഭവിക്കും, ഇതെവിടേക്ക് എടുക്കും എന്ന വിഷയത്തിൽ രണ്ട് ഭാഗത്തും സമാനതകളുണ്ട്. അതായത് സിനിമാ ലോകത്ത് ഇനി എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ വരും, ആരൊക്കെ തല ഉരുളും എന്നത് പേടിച്ചുകൊണ്ട് ഇപ്പോൾ പലരും പറയുന്നത് വക്കീലുമാരുടെ വലിയ പ്രമുഖരായ വക്കീൽമാരുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഈ സിനിമാ പ്രവർത്തകന്മാരുടെ നല്ല ബഹളമുണ്ട് എന്നാണ്, തിരക്കുണ്ട് എന്നാണ്. അവരാശങ്കയിൽ മുൾമുനയിലുമാണ്, എന്ത് സംഭവിക്കും, എവിടേക്ക് എത്തും എന്നുള്ള ഒരു പ്രശ്നം. ഇതേപോലെ തന്നെ ഇപ്പോൾ PV അൻവർ MLA കയ്യിൽ എന്തൊക്കെയാണുള്ളത്, ആരുടെയൊക്കെ ഫോൺ കോളാണുള്ളത്, ഏതൊക്കെയാണ് പുറത്തു വരിക, ആരുടെയൊക്കെ പുറത്തു വരും എന്നതിനെ സംബന്ധിച്ച് നല്ല ബേജാറ് രാഷ്ട്രീയ മേഖലയിലുള്ളവരും ഉദ്യോഗസ്ഥ മേഖലയിലുള്ളവരും വിശിഷ്യ പോലീസ് മേഖലയിലുള്ളവരിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തുള്ള സമാനത എന്ന് പറയുന്നത് ഇത് എവിടേക്ക് എത്തും എന്ന കാര്യത്തിലുള്ള ആശങ്കയാണ്. രണ്ടാമത്തതൊരു വൈരുദ്ധ്യം എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ പറയാറുള്ളത് ഇത് സിനിമയിലൊക്കെ നടക്കും, ജീവിതത്തിൽ നടക്കൂല എന്നാണ് പറയല്. ഇതിപ്പോൾ ജീവിതത്തിൽ നടക്കും, സിനിമയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന രൂപത്തിലാണ് എന്ത്. കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പറേഷനും ഈ രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ സിനിമകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള സംഗതികളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. അപ്പം അത് പറഞ്ഞൊന്ന് മാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സാധാരണ പറയലുണ്ടല്ലോ ചങ്ങലക്ക് ഭ്രാന്ത്, വേലി തന്നെ വിള തിന്നുക, അതേപോലെ രക്ഷകർ ശിക്ഷകരാകുക എന്നൊക്കെ സാധാരണ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കണം. നമ്മളെ കേരള പോലീസിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്. അതിൻ്റെ ആപ്തവാക്യം എഴുതി വച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. മൃദുഭാവേ ദൃഢകൃത്യ, അതായത് മൃദുവായ പെരുമാറ്റം, ദൃഢമായ പ്രവർത്തനങ്ങൾ, ഇതാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ ഇവിടെ കാണുന്നത്? ഇപ്പോൾ നേരെ ഈ പറഞ്ഞതിനൊക്കെ തീർത്തും എതിരായ സംഭവങ്ങളാണെന്ത് ഇവിടെ കാണുന്നത്. അപ്പം നമ്മളിത് ചർച്ച ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കാവൽക്കാരായിട്ട്, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ സ്വൈര ജീവിതത്തിന് കാവൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പോലീസ് സേന. അത് നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഈ സേന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ ബജറ്റിൽ 3781 കോടി രൂപ ഇതിനു വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നീക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ ഈ 3 ആളുണ്ടെങ്കിൽ 3 ആളെ പോക്കറ്റിൽ നിന്നും കൊടുക്കുന്ന കാശിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊടുക്കുന്നത്. എന്നിട്ട് അവരടുത്ത് നിന്ന് നമുക്ക് സുരക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇത്തരം ഈ രാജ്യത്തിനെ കൊള്ളയടിക്കുന്ന എന്തൊക്കെയാണോ ഇവിടെ കാക്കേണ്ടത് അതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന ഒരു സേനയായിട്ടത് മാറുന്നു എന്ന വാർത്തകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പുറത്ത് കാണുന്നത്. ഇവിടെ ഈ പോലീസിൻ്റെ ഉള്ളിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് PV അൻവർ MLAക്ക് ഇങ്ങനെ ഒരു വഴി ഈ വിഷയം പറയാൻ സ്വീകരിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതായത് ഒരു പോലീസിനുള്ളിൽ ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നും അവരിത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പുറത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം സ്വീകരിച്ച ഒരു വഴി. അദ്ദേഹം ആരാണ്? കേവലം ഒരു വ്യക്തിയല്ല, ഒരു MLA ആണ്. കേവലം ഒരു MLA അല്ല, ഭരണ കക്ഷിയുടെ MLA ആണ്. മാത്രവുമല്ല, ഇത് രണ്ടും അല്ല, മറ്റു MLAമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ വളരെ ധീരമായി കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഏതൊരാളുടെ മുമ്പിലും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ഒക്കെ അതിന് കെൽപ്പ് കഴിവുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ ഇത്രയും കാലം ഈ പോലീസിൻ്റെ കൊള്ളരുതായ്മകൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ നിയതമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് നടന്നില്ല, അനുഭവത്തിൽ നിന്ന് നടന്നില്ല എന്ന് വന്നപ്പോൾ പിന്നീട് ഏകദേശം ഒരു 5-8 മാസം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക പ്ലാനിങ് അദ്ദേഹം നടത്തി ഒരു ഓപ്പറേഷൻ തയ്യാറാക്കി ഇത് ഈ രൂപത്തിൽ പൊട്ടിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രമേൽ ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ പോലീസിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് എന്ത് ചെയ്യുന്നില്ല, വേറെ വേണ്ടതില്ല എന്നാണ് ഞാൻ പറയാനുള്ള കാരണം അദ്ദേഹം അദ്ദേഹവും സുജിത് ദാസും തമ്മിലുള്ള സംസാരം പുറത്തുവിടുന്നുണ്ട്, ഒരു അരമണിക്കൂറോളം ഉള്ള സംസാരം. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, കേരളമേ മാപ്പ് എന്നാണ്. ഞാൻ ഈ ചെയ്യുന്ന പണി, ഈ ഒരു രീതി ശരിയല്ല എന്ന് നിങ്ങളെപ്പോലെ 100% ഞാനും എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നതാണ്.
അപ്പം അത്രയുള്ള ഒരു നിവൃത്തികേട് വന്നിട്ടാണ് ഈ വിഷയം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇതിന്ന് വായ കൊണ്ട് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം എസ്പിനെ പറ്റി ഒരുപാട് പരാതികൾ, അദ്ദേഹം കൂടുതൽ കേസ് ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് പിന്നെ കേൾക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്ത് ഇത്രമേൽ തെളിവുകൾ ആദ്യം ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇദ്ദേഹം ഇത് പറയാൻ സ്വീകരിച്ച ഈ ഒരു വഴി തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് എന്നുള്ളതാണ്. പിന്നെ ഈ പിന്നെ ആരോപണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയതല്ല, പഴയതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ പറഞ്ഞാൽ തന്നെ ഇത് യേശുള്ളൂ എന്നുള്ളത് തന്നെയാണ് എന്തെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിന് മൊത്തത്തിൽ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇദ്ദേഹം കുറേ തെളിവുകളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് എത്രത്തോളം തെളിയും, ഏതൊക്കെ തെളിയാതിരിക്കും എന്നതൊക്കെ ഇനി നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. പക്ഷെ അവിടെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എല്ലാ തിന്മകളുടെയും ഒരു മാതാവായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത്, അതുപോലെ കൊലപാതകം, ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഫോൺ ചോർത്തുക, അതുപോലെ തന്നെ പിന്നെ പോലീസ് ക്യാമ്പിലുള്ള മരം മുറിച്ച് കൊണ്ടുപോവുക, അത് ഫർണിച്ചറാക്കിയിട്ട് സ്വന്തം വീട്ടിൽ വെക്കുക, അത് പ്രശ്നമാവുമെന്ന് തോന്നുമ്പോൾ അതെടുത്ത് കത്തിക്കുക, സ്വന്തം അമ്മ എന്നിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവനെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണോ എന്നുള്ളത് ചോദിക്കുക. ഈ രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരെ പിടിക്കാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. എന്നിട്ട് അവരെന്നെ ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ വിഷയം നോക്കി നിങ്ങൾ. ഞാൻ ഇതിനേക്കാളൊക്കെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇപ്പം കേരളത്തിൻ്റെ ഒരു സ്വഭാവം മാറി വരുന്നുണ്ടല്ലോ. അതായത് ഒരു മതനിരപേക്ഷ ഇടമായിരുന്നു കേരളം, ഒരു സൗഹാർദ്ദത്തിൻ്റെ ഇടമായിരുന്നു കേരളം. ആ കേരളം ഇന്ന് വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു, വിഭജന രാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുരണനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ കണ്ടത്. അവർക്കൊരു MBA കിട്ടിയിരിക്കുന്നു. പിന്നെ വോട്ടിൻ്റെ ഷെയറും ശതമാനവും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ ഉള്ളൊരു ആക്ഷേപമാണ് എന്ത്, ഇത് പോലീസിൻ്റെ ഒരു ഉള്ളിൽ ഇതിനു വേണ്ടി ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്, അതിനനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, അതിനെ ശരിവെക്കുന്ന രൂപം. ഇപ്പോൾ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അത് സത്യമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം പറയുന്നതോടുകൂടി അത് കുറച്ചുകൂടി അതിനൊരു വിശ്വാസ്യത വരുന്ന രൂപം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ നാടിനെ വെട്ടിമുറിക്കാൻ ഈ ഒരു സേനയിലെ ഒരു വിഭാഗം ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണ് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യം, ഒന്നിപ്പോൾ ഈ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ സാജൻ സക്രിയൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ 2 കോടിയോളം രൂപ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് തേച്ച് മായ്ച്ചു കൊടുക്കാൻ, അതായത് പോലീസിൻ്റെ വയർലെസ് പിന്നെ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട ഇത് മായ്ച്ചു കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങി എന്നാണ് പറയുന്നത്. 50 ലക്ഷം കൊടുക്കാണ്ട് 1.5 കോടി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോപണം വസ്തുതയാണ് എങ്കിൽ എത്രത്തോളം ഗുരുതരമാണ്. ഈ വിഷം തുപ്പുന്ന അതിനു വേണ്ടി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ചാനലും. അത് നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഒരു കൂട്ടുകെട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2023 ഏപ്രിലിൽ എലത്തൂർ ഒരു ട്രെയിനിന് തീ വെക്കുണ്ടായി. അപ്പോൾ അതിനൊരു പ്രതിയെ പിടിച്ചു. അതൊരു മറ്റു സംസ്ഥാനത്തിലെ ഒരാളാണ്. ആ പ്രതിയെ പിടിച്ചപ്പോൾ ഇദ്ദേഹം ഈ പറയപ്പെടുന്ന ഈ MR അജിത് കുമാർ, ADGP MR അജിത് കുമാറാണെന്ത് അത് കേസിൻ്റെ മുഖ്യ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള വ്യക്തി എന്നുള്ളവർക്ക് മീഡിയൻ്റെ മുമ്പിൽ വന്ന രംഗമാണ് ഞാൻ ഇന്നും അത് ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് മീഡിയക്കാർ ചോദിക്കുകയാണ് ഇത് ആരാണ് എന്താണ്. നമ്മൾ അന്വേഷിച്ച് വരുന്നു, നോക്കി വരുന്നു, അന്വേഷണം പൂർത്തിയായിട്ടില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയണെന്ത്, ഇദ്ദേഹം ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരാശയ തലമുണ്ട്, അത് അന്വേഷിക്കണം. ഒന്ന്. രണ്ടാമത്തെ, ഇദ്ദേഹം വരുന്നത് ഷഹീൻ ബാഗിൽ നിന്നാണ്. അദ്ദേഹം വരുന്ന പ്രദേശം എന്താണ്, ഒരു പ്രശ്നമാണ്, ഒരു തീവ്രവാദ സ്വഭാവമുള്ള പ്രദേശമാണ്. അതിൻ്റെ ഒരു പിൻബലമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ 2 കാര്യം. ഒന്ന്, ഇതിന് പ്രേരിപ്പിച്ചത് ജാക്കിർ നായിക്കിൻ്റെ ആശയങ്ങളാണ്, റാഡിക്കലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ സ്ഥലം ഇവിടെയുള്ളതാണ്, അതായത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരം നടന്ന പ്രദേശമാണ്, പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രം. അപ്പോൾ ഇത് എവിടേക്കാണ് എത്തിക്കാൻ ശ്രമിച്ചത്,
കളമശ്ശേരിയിലുണ്ടായ വിഷയം. കളമശ്ശേരി വിഷയത്തെ ഈ രീതിയിലേക്കുള്ളൊരു മുനയിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള ഇടപെടലുകൾ ഒരുപാട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങളെ അപരവൽക്കരിക്കുവാനും അവരെ പ്രതിയാക്കുവാനും എന്തൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കിട്ടുന്നുവോ അതൊക്കെ അങ്ങേയറ്റം വിദഗ്ധമായി അധികാര ദുർവിനിയോഗം ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അന്ന് മുതലേ നമ്മളെല്ലാവരും പറയുന്നുണ്ട് എന്ത്, ഇദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല, ഇത് കൈകാര്യം ചെയ്യണം. പക്ഷേ ഇതിലേക്ക് ചെവി കൊടുത്തതേയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പോലീസിൽ 3 ടീമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘി ഗ്രൂപ്പ് അതിലുണ്ട്. അവരാണ് ഇങ്ങനത്തെ കുറേ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ക്രിമിനലുകളുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഹെഡ് തന്നെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ. 2024 മെയ് 31 വരെ ഏകദേശം 108 പേരെ ക്രിമിനൽ സ്വഭാവമുള്ളവരായതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇത് തെളിഞ്ഞ ആൾക്കാർ, അല്ലാത്ത ആൾക്കാരെ എത്ര ഉണ്ടാവും. മാത്രമല്ല പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസ് മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നത്തെ DGP അടക്കമുള്ള ചില പോലീസുകാർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാതി ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്കമാലിയിലെ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ വിരുന്നൂട്ടിയ DYSPയെ അതുപോലെ തന്നെ അനുബന്ധമായ പോലീസുകാരും വിഷയം നമ്മൾ കേരളം കണ്ടതാണ്. കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ ഒരു തൊണ്ടി മുതലായിട്ടുള്ള മണ്ണുമാന്തി യന്ത്രം കടത്തിയതിൻ്റെ പേരിൽ SIയെ മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേരളം കണ്ടതാണ്. ഇത് ഞാൻ ഓരോന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരു സംഘം അതിൻ്റെ കൂട്ടത്തിലുണ്ട്. മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാതെ കാര്യം അവനവന് വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് പ്രവർത്തിച്ചും പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ കുറച്ച് കാലമായിട്ട് ഇവരുടെ ഒരു ഉരുക്കുമുഷ്ടിയിൽ അകപ്പെട്ട് വീർപ്പ് മുട്ടുകയായിരുന്നു. ഇന്ന് ഞാൻ പറയുന്ന കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ ഒരു റിലാക്സ് കിട്ടിയ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പോലീസ് വിഭാഗത്തിൽ തന്നെ നന്നായി വർക്ക് ചെയ്യുന്ന, മറ്റു താല്പര്യങ്ങളില്ലാതെ മതനിരപേക്ഷ കാഴ്ചപ്പാടോടുകൂടി ഏൽപ്പിച്ച പണി നന്നായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഇന്നൊരു റിലാക്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് തെളിവ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ. അതിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ DGPയും എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെ കളിക്കാൻ വിടൂല, കൃത്യമായ നടപടി എടുക്കും എന്ന് പറഞ്ഞു. ഓരോ വാചകത്തിനും ആ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത്. അതാരാ കയ്യടിക്കുന്നത്? മുന്നിലിരിക്കുന്ന പോലീസുകാരാണല്ലോ. ഈ പോലീസുകാരാണ് എന്ത് ചെയ്യുന്നത്, ഇത് സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ ഭയങ്കരമായ കയ്യടി. നിങ്ങൾ മുഖ്യമന്ത്രി സംസാര വോയിസ് ആ സമയത്തുള്ള കയ്യടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനർത്ഥം മനസ്സിലാക്കേണ്ടത് എന്താ, പോലീസ് സേനക്കുള്ളിൽ നിന്ന് തന്നെ ഇവരുടെ കുറച്ച് കാലത്തെ ഈ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന സ്ഥലം മാറ്റിയിട്ടും കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ചില പോലീസുകാർ ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിലൊക്കെ ഈ കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ മാനസിക പീഡനത്തിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടിയ ഒരു അവസ്ഥ പോലീസുകാരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഞാൻ അതിനൊരു തെളിവായിട്ട് പറയാൻ കാരണം. ഏതായാലും നമുക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറാൻ പാടില്ല. ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ നാരായ വേര് പറിച്ച് കളയണം. കേരളത്തിൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന ഈ ഒരു കാരണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പോലീസ് സേനയിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ളൊരു സന്ദർഭമായിട്ട് ഇത് എടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയുക. ഒരിക്കലും കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള നടപടികൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലീസുകാരും ആ സേനയുടെയും പല കാര്യങ്ങളും നമുക്ക് മാതൃകയാക്കാനുണ്ട്. ഇപ്പോഴും ഒരു സാധാരണക്കാരന് നിർഭയമായ ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്കും ചെല്ലാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും നമ്മുടെ കേരളത്തിലില്ല. അതുണ്ടാകണം. കാരണം ഇവർ രക്ഷകരാണ് എന്നുള്ള ഒരു മനോഭാവം സാധാരണക്കാരനുള്ള. ഇതിപ്പോൾ ഒരു MLAക്ക് വരെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ട് സമീപിക്കാൻ കഴിയാത്ത ഒരു പോലീസ് നേതൃത്വമാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഇപ്പോൾ എത്രത്തോളം ദയനീയമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സാധാരണക്കാർക്ക് ആക്സസ് ഉള്ളൊരവസ്ഥയ്ക്ക് പോകണം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അതിലേറെ ഗൗരവമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർ ആഭ്യന്തരമായി ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാർ നേരത്തെ കൈയടിച്ചു എന്ന് പറയുന്നത് പോലെ ഇതൊരു പാർട്ടി വേദിയിലായിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കുന്നതെങ്കിൽ പാർട്ടി വേദിയിൽ നിന്നും കയ്യടി ലഭിക്കുമായിരുന്നു. കാരണം പാർട്ടിയിലെ നല്ലൊരു വിഭാഗത്തിൻ്റെയും പോലീസുകാരിലെ നല്ലൊരു വിഭാഗത്തിൻ്റെയും ധാർമ്മിക പിന്തുണ PV അൻവർ MLA ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് ഉണ്ട് എന്നതാണ് ഇതിലേറ്റവും സുപ്രധാനമായ കാര്യം.